ആദ്യമായിട്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും ചെറുപ്പക്കാര് സാമൂഹിക പ്രതിബദ്ധതയോടെ രാവിലെ മുതൽ ഉപവാസമൊക്കെ ഇരുന്ന് ഇവിടെ ഈ ദിവസം മുഴുവൻ ചെലവഴിച്ചത്. ശരിക്കും ഇവരൊക്കെ ഉപവസിച്ചു, വെള്ളം പോലും കുടിക്കാതെ നിങ്ങൾ ഉപവസിച്ചു എന്നാണ് പറഞ്ഞത്. അത് വലിയ ഒരു കാര്യമാണ്. കാരണം പൊതുവെ ഇപ്പോഴത്തെ ജെൻസി പിള്ളേരെ കുറിച്ച് പറയുന്നത് എല്ലാവരും വാട്സപ്പിലാണ്, എല്ലാവരും ഫോണിലാണ്, പത്രം വായിക്കുകയില്ല, സാമൂഹികമായ വിഷയങ്ങളിൽ അവർക്ക് താല്പര്യമില്ല എന്നൊക്കെയാണ്. ആ കാലത്താണ് നിങ്ങൾ ഇത്രയും പേര് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുമിച്ച് കൂടി നാടിന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ഒരു സമര പരിപാടി നടത്തുന്നത്. നമ്മളിത് സമരം നടത്തുന്നത് സർക്കാരുകൾക്കെതിരെയൊന്നുമല്ല, മറിച്ച് നമുക്ക് തന്നെ ഒരു സാമൂഹികമായ പ്രതിബദ്ധത ഉണ്ടാകുവാനും അതുപോലെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് ചില വിഷയങ്ങൾ കൊണ്ടുവരാനും ഒക്കെയാണ്. ആദ്യമായിട്ട് തന്നെ നമുക്ക് തന്നെ ഒരു ബോധ്യം ഉണ്ടാവണം നമ്മുടെ സമൂഹത്തെ കുറിച്ച്. അപ്പൊ എന്നോട് ഈ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിന്ന് 2 ടൂർ ഓപ്പറേറ്റേഴ്സ് അവർ കാണാൻ വന്നിട്ട് പറഞ്ഞു, പിതാവേ, കുട്ടനാട്ടുകാർക്കാണ് കുട്ടനാടിനെ കുറിച്ച് ഒരു ഐഡിയയും ഇല്ലാത്തത്, ബാക്കി എല്ലാവർക്കും കുട്ടനാടിനെ കുറിച്ച് ഭയങ്കര ഐഡിയ ആണ്. എന്നിട്ട് അവര് പറഞ്ഞു, കുട്ടനാട്ടുകാരെല്ലാം സ്ഥലം വിറ്റു പോവാണ്, 5 സെന്റ് ഭൂമി എവിടെയെങ്കിലും കിട്ടിയാൽ ഇവർ സ്ഥലം വിറ്റു പോകുകയാണ്. തോട്ടറമ്പിലും ആറ്ററമ്പിലും ഒക്കെയുള്ള മനോഹരമായ സ്ഥലങ്ങളൊക്കെ വിറ്റിട്ട് കുട്ടനാട്ടുകാരൻ പോവാണ്. അതേസമയം അതെല്ലാം മേടിക്കാൻ താല്പര്യമുള്ള ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് വരുന്നു. കാരണം അവർക്ക് അവിടെ സ്വപ്നങ്ങളുണ്ട്, അവർക്ക് അവിടെ ടൂറിസം മേഖലയിൽ ഭാവിയെ കണ്ടുള്ള ഇഷ്ടംപോലെ സ്വപ്നങ്ങൾ അവർക്കുണ്ട്. കുട്ടനാട്ടുകാരന് മാത്രം സ്വപ്നങ്ങളില്ല. അവനിപ്പോ വെള്ളം കണ്ടാൽ പേടിയാണ്, ഒന്നാമത് നീന്തൽ അറിയത്തില്ല. പിന്നെ അവിടുത്തെ കുട്ടനാട്ടിലെ പെൺപിള്ളേർക്ക് പോലും കുട്ടനാട്ടിലെ ആൺപിള്ളേരെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. പിന്നെ ആർക്കാണ് അവരെ കല്യാണം കഴിക്കാൻ താല്പര്യം ഉണ്ടാവുക? അപ്പോ അങ്ങനെയെല്ലാം ഈ കുട്ടനാട്ടുകാർക്കൊക്കെ തന്നെയാണ് കുട്ടനാടൻ പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അത് കുറെയൊക്കെ വാസ്തവമാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. നമ്മളിങ്ങനെ ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവരുടെ ഇടപെടലുകൾക്ക് വേണ്ടിയിട്ട് എത്ര നാളെന്ന് വെച്ചാണ് കാത്തിരിക്കുക. ഇപ്പൊ ഒത്തിരി ബുദ്ധിപരമായിട്ട് കഴിവുള്ള, സാമ്പത്തികമായിട്ട് ശേഷിയുള്ള ഒത്തിരി കുട്ടനാട്ടുകാർ ഇന്ന് കുട്ടനാട്ടിന് പുറത്താണ്. അവരെല്ലാം അവിടെ ഇരുന്നുകൊണ്ട് കുട്ടനാടിനെ കുറിച്ച് കഥ എഴുതുന്നുണ്ട്, കവിത എഴുതുന്നുണ്ട്, കരയുന്നുണ്ട്, വിലപിക്കുന്നുണ്ട്. പക്ഷെ അവരാരും ഇവിടെ വരാൻ തയ്യാറാകുന്നില്ല. അപ്പൊ അതുമൊക്കെ നമ്മുടെ ഒരു ശ്രദ്ധയിലേക്ക് വരേണ്ടതാണ്. നമുക്ക് നമ്മുടെ നാടിനെ സ്നേഹിക്കാനായിട്ട് സാധിക്കണം, ഈ നാടിനെ കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കണം, ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ട പദ്ധതികൾ രൂപീകരിക്കാനായിട്ട് സാധിക്കണം. ഈ നാടിന്റെ പ്രത്യേകതകൾ ലോകത്തിന്റെ തന്നെ ശ്രദ്ധയിലുണ്ട്. ഒത്തിരി പേര് കുട്ടനാട് കാണാനായിട്ട് കുട്ടനാട്ടിലേക്കൊക്കെ വരുന്നുണ്ട്. അത്രയും പ്രധാനപ്പെട്ട മനോഹരമായ ഒരു പ്രദേശമാണ്. അതിനെക്കുറിച്ച് നമുക്ക് മാത്രം ആശയങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളത് ഗവൺമെന്റിന്റെ കുഴപ്പമല്ല, നമ്മുടെ തന്നെ കുഴപ്പമാണ് എന്ന് പറയാനായിട്ടാണ് എനിക്ക് ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ നമ്മുടെ തൊഴിലില്ലായ്മയെ സംബന്ധിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് മാൾട്ട എന്ന് പറയുന്ന രാജ്യത്ത് ഒരു കുഞ്ഞ് ഐലൻഡാണ് ഈ മാൾട്ട. നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും എന്തേലും പേരാണ് മാൾട്ടയിൽ ചെന്നത്. അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവിടെ ആകപ്പാടെയുള്ള ജനസംഖ്യ 5.5 ലക്ഷമാണ്. 5.5 ലക്ഷം മനുഷ്യർ താമസിക്കുന്ന ഒരു കൊച്ചു ദ്വീപാണ് ഈ മാൾട്ട. കേരളത്തിലുണ്ട് 3.5 കോടി ആൾക്കാർ, അവിടെ 5.5 ലക്ഷം ആൾക്കാർ. അതിൽ 10,000 പേര് മലയാളികളാണ്. ഈ 5.5 ലക്ഷത്തിൽ 10,000 പേര് മലയാളികളാണ്. ഞാൻ ചോദിച്ചു, അവിടെ എന്താണ് ഇത്ര വലിയ സ്വർണം ഖനി കിട്ടുന്നത്? അവിടെ എന്താണ് ഇത്രയും സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകാൻ കാരണം? അവിടെ മനോഹരമായ ഒരു കുഞ്ഞു ദ്വീപാണ്, അവരത് മനോഹരമായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. ടൂറിസമാണ് അവരുടെ പ്രധാനപ്പെട്ട വരുമാനം. പിന്നെ മൾട്ടേസെ കല്ലുകൾ മാത്രമേ അവിടെയുള്ളൂ. നേരെ ചൊവ്വെ കൃഷി ചെയ്യാൻ പോലും പറ്റാത്ത ഒരു സ്ഥലമാണ്. അപ്പോ ആ 5.5 ലക്ഷം മനുഷ്യർക്ക് അവരുടെ രാജ്യത്തെ കുറിച്ച് നമ്മളൊക്കെ നോക്കുമ്പോൾ നമുക്കിവിടെ എന്തേലും സൗകര്യങ്ങളാണ്. വെള്ളം, ഇഷ്ടംപോലെ വെള്ളം, കൃഷി ചെയ്യാനായിട്ട് ഇഷ്ടംപോലെ സൗകര്യങ്ങൾ, എപ്പോഴും പച്ചപ്പ് അല്ല. ഇവിടെ ഇപ്പൊ വേനലിന് വന്നാൽ പോലും പച്ച ഇല കാണുന്ന ഒരു നാടാണ് നമ്മുടെ. ഇവിടെ വന്ന് സായിപ്പിനോട് നമ്മളിത് സമ്മർ ആണെന്ന് പറയുമ്പോൾ സായിപ്പ് വിശ്വസിക്കുകയാണ്.
അല്ലെങ്കിൽ ഇവിടെ വേനൽക്കാലം എന്ന് പറയുക അയാൾ വിശ്വസിക്കുക, അയാൾ ഇവിടെ മുഴുവൻ ഗ്രീനറി ആണല്ലോ, ഭയങ്കര ചൂടാണ് പക്ഷെ ഭയങ്കര ഗ്രീനറിയാണ്, എപ്പോഴും പച്ചപ്പുള്ള ഒരു രാജ്യം. അപ്പൊ ഇത്രയും മനോഹരമായ ഒരു രാജ്യത്തെ കുറിച്ച് നമുക്ക് ആശയങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളതാണ്. ഇത്രയും വലിയ കോസ്റ്റൽ ഏരിയ ഉള്ള വേറെ ഒരു സംസ്ഥാനവും ഇന്ത്യക്കില്ല. ഇത്രയും ലോങ് കോസ്റ്റൽ ഏരിയ, അത് തന്നെ ഏറ്റവും മനോഹരമായിട്ട് സൂക്ഷിച്ച നിങ്ങൾ ഒരു ദിവസം ആലപ്പുഴ ബീച്ചിൽ വൈകുന്നേരം പോയാൽ ധീരം ജനങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത്. ഒരാളുടെ 5 രൂപ മേടിച്ചാൽ അവിടെ 10-20 പേർക്ക് ജോലിയും കൊടുക്കാം, വൃത്തിയായിട്ട് ആ കടപ്പുറമൊക്കെ ഇടാം, അവിടെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഇത് 5 രൂപ മേടിക്കത്തുമില്ല, ആർക്കും ജോലിയും കൊടുക്കുകയില്ല, അത് വൃത്തിയായിട്ടോട്ട് ഇടത്തുമില്ല. ഇത് നമ്മുടെ കുഴപ്പമല്ലേ, നമ്മുടെ സിസ്റ്റത്തിന്റെ കുഴപ്പമല്ലേ. അപ്പോ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത് നമ്മുടെ ഇവിടെ ആശയങ്ങളുള്ള ഒത്തിരി ചെറുപ്പക്കാർ ഇവിടെ വിട്ടുപോവുകയാണ്. ഇവിടെ ഭരണരംഗത്തേക്ക് നമ്മുടെ ആൾക്കാർ വരുന്നില്ല, രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാർ വരുന്നില്ല, ഭരണരംഗത്തേക്ക് വരുന്നില്ല. അതുപോലെ നല്ല ആശയങ്ങളോടുകൂടി രാജ്യത്തെ, നമ്മുടെ നാടിനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തണം എന്ന ആവേശമുള്ള ചെറുപ്പക്കാർ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങള് അതെല്ലാം നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് ഇടയാവണം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങൾ കുറച്ചുപേരൊക്കെ നന്നായിട്ട് പഠിച്ച് മിടുക്കരായി ഭരണരംഗത്തേക്കൊക്കെ കടന്നു വരണം. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗങ്ങളിൽ ഈ വിദേശത്ത് ചെറുപ്പക്കാരെ പോകുന്നതിനെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതൊരു വലിയ പ്രഭാഷണത്തിന്റെ ഇടയ്ക്ക് നിന്നൊക്കെ ഓരോ സെന്റൻസ് ഇന്റർനെറ്റിലെല്ലാം അടർത്തിയിട്ട് എന്നെ കുറ്റം പറയുന്ന കുറെ മനുഷ്യരുണ്ട്. അപ്പോ ഈ പിതാവ് എല്ലാരും കൂടെ വിദേശത്ത് പോകുന്നതിനെതിരാണ്, ഇയാൾ ഇവർക്കെല്ലാം ജോലി കൊടുക്കുമോ എന്നൊക്കെ ചോദിച്ചോണ്ടാണ്. യഥാർത്ഥത്തിൽ നമ്മൾ വിദേശത്ത് പോകരുതെന്നല്ല പറയുന്നത്. വിദേശത്ത് പോകാൻ ആർക്കാണ് ഇഷ്ടമില്ല, എനിക്ക് ഇഷ്ടമാണ് വിദേശത്തൊക്കെ പോകാൻ. നമ്മുടെ എല്ലാ വീടുകളിൽ നിന്ന് ആൾക്കാർ വിദേശത്ത് ജോലി ചെയ്തതുകൊണ്ടാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞു പോകുന്നത്. ഇപ്പൊ നമ്മള് ഇവിടെ പ്രളയത്തെ അതിജീവിച്ചതും കോവിഡിനെ അതിജീവിച്ചതുമെല്ലാം വിദേശത്ത് നമ്മുടെ ആൾക്കാര് നമുക്ക് വേണ്ടിയിട്ട് ജോലി ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ രക്ഷപ്പെട്ട ഒത്തിരി കുടുംബങ്ങൾ ഉണ്ട്. ഇപ്പോഴും നമ്മുടെ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നത് വിദേശ പണം തന്നെയാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നന്നായിട്ട് കഴിവുള്ള, പഠിക്കാൻ കഴിവുള്ള, നല്ല മത്സര പരീക്ഷ എഴുതി ജയിക്കാൻ കഴിവുള്ള കുട്ടികൾ ഇവിടെ നിൽക്കാതെ എന്തുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത്? അതാണ് ഞാൻ ഉന്നയിക്കുന്ന ഒരു ചോദ്യം. നല്ല കഴിവുള്ള കുഞ്ഞുങ്ങള്, നല്ല ക്വാളിഫിക്കേഷനുള്ള പിള്ളേർ അവിടെ പോയിട്ട് അസംതൃപ്തരായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം അവർക്ക് ഒരിക്കലും അവർ പഠിച്ച വിഷയത്തിലെ ജോലി കണ്ടിട്ടില്ല. കിട്ടുന്നുണ്ടാവും ആർക്കെങ്കിലും, പൊതുവെ കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെയെല്ലാം പോയി ഒരു മറുനാട്ടിൽ പോയി ജീവിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് മനുഷ്യ വിഭവശേഷി കണ്ടമാനം ചോർന്നു പോവുകയാണ്. ഇവിടെ തന്നെ നമ്മുടെ നാടിനെ തന്നെ നവീകരിക്കാനുള്ള ഒരു മനുഷ്യ വിഭവശേഷി നമുക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിക്കണം. നിങ്ങൾ സ്വപ്നങ്ങൾ കാണണം. അതുപോലെ നിങ്ങൾ പത്രം വായിക്കണം. ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വായിക്കുകയും അറിയുകയും ചെയ്ത് അതൊക്കെ വിലയിരുത്തി ശരിയായ തീരുമാനങ്ങൾ എടുത്ത് മുൻപോട്ടേക്ക് പോകണം. അതല്ലെങ്കിൽ നമ്മളെ എല്ലാം മടിയന്മാരാക്കുന്ന ഒത്തിരി സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI വന്നു, ചാറ്റ് GPT വന്നു, മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് വന്നു. ഇതെല്ലാം വന്നതോടുകൂടി നമ്മുടെ തലച്ചോറ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലാതെ വന്നിരിക്കുകയാണ്. നിങ്ങൾക്കൊരു അസൈൻമെന്റ് പോലും എഴുതാനായിട്ട് ഇപ്പോ ചാറ്റ് GPT മതി, വേറെ ഒന്നും വേണ്ട. നമുക്ക് നമ്മുടെ ബുദ്ധി ഒന്നും ഉപയോഗിക്കേണ്ടാത്ത അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ പോകാതെ ഈ ടെക്നോളജിയിലെ നവീകൃതമായ എല്ലാ മുന്നേറ്റങ്ങളും ഉപയോഗിച്ച് നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് സ്വപ്നങ്ങൾ കാണാനും ഒക്കെ നമുക്ക് സാധിക്കണം. കുട്ടനാട്ടിലെ വലിയ പ്രശസ്തരായ ആൾക്കാര്, ശെവലിയർ IC ചാക്കോ കൊടുങ്കുന്നുകാരനായിരുന്നു. അദ്ദേഹത്തിന്റെ പദ്ധതികൾ, നിങ്ങൾ ഈ പറയുന്ന ഈ AC റോഡ് പോലും അദ്ദേഹത്തിന്റെ പദ്ധതിയാണ്. അദ്ദേഹം അന്ന് മനസ്സിൽ കണ്ടത് നമ്മൾ ഈ അടുത്ത നാളിൽ ചെയ്ത ഓവർ ബ്രിഡ്ജ് ആയിട്ട് മുഴുവൻ പണിയുക എന്നുള്ളതായി. കാരണം ഇവിടുത്തെ ജലത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്താതെ, കൃഷിയെ തടസ്സപ്പെടുത്താതെ പണിയുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ. ജിയോളജിസ്റ്റ് ആയിരുന്ന ഒരു മനുഷ്യൻ, നമ്മുടെ മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ച ഒരു വ്യക്തി. അദ്ദേഹം അന്നത്തെ കാലത്ത്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എത്രയോ വലിയ സ്വപ്നങ്ങൾ കണ്ടു. നമ്മുടെ ഈ അടുത്ത നാളിൽ മറ്റൊരു ശെവലിയര് നിര്യാതനായി, നിങ്ങൾ അറിഞ്ഞു കാണും. കുട്ടനാട്ടുകാരനാണ്, J. ഫിലിപ്പ് സാർ. അദ്ദേഹം പുന്നകുന്നശ്ശേരിക്കാരനാണ്. അദ്ദേഹം ഇവിടെ നിന്ന് പോയി നമ്മുടെ SB കോളേജിൽ പഠിച്ച്, ഇവിടെ നിന്നൊക്കെ പോയി അദ്ദേഹം XLR ആയി പോയി MBA പഠിച്ചു.
അദ്ദേഹം ഒരുപക്ഷെ ഇന്ത്യയിലെ IIMകളിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളിൽ ഡയറക്ടർ ആകുന്ന ഒരേ ഒരു നസ്രാണിയായിരിക്കും അദ്ദേഹം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം പിന്നീട് XIME എന്ന് പറയുന്ന സ്ഥാപനങ്ങൾ സ്ഥാപിച്ചു. അവരൊക്കെ ഇവിടെ നിന്ന് വേരുകളുള്ള ഈ നാടിനെ കുറിച്ച് സ്വപ്നം കണ്ട മനുഷ്യരാണ്. അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് നല്ല വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ ചെറുപ്പക്കാരെ എംപവർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ നമുക്കും അങ്ങനെ നല്ല സ്വപ്നങ്ങൾ നമ്മുടെ നാടിനെ കുറിച്ച് കാണാനായിട്ട് സാധിക്കണം. നമുക്ക് രാഷ്ട്രീയമല്ല നമ്മുടെ പ്രശ്നം, നല്ല ആൾക്കാര്, നല്ല മൂല്യബോധമുള്ളവര് രാഷ്ട്രീയത്തിലേക്ക് വരാത്തതാണ് നമ്മുടെ പ്രശ്നം. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ ചെറുപ്പക്കാര്, നല്ല ലക്ഷ്യങ്ങളുള്ള, നല്ല ബോധ്യങ്ങളുള്ള ചെറുപ്പക്കാര് രാഷ്ട്രീയത്തിലേക്കൊക്കെ വരണം. ഇന്നത്തെ രാഷ്ട്രീയത്തിന്റെയൊക്കെ അവസ്ഥ വലിയ അഴിമതിയിലേക്ക് നമ്മളെ നിർബന്ധിക്കുന്നതാണ്. കാരണം ഒരു രാഷ്ട്രീയത്തിൽ മത്സരിക്കാൻ, ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇന്ന് കോടിക്കണക്കിന് രൂപ വേണമെന്നാണ് പറയുന്നത്. ഇതെങ്ങനെയാണ് ഈ മനുഷ്യരുണ്ടാക്കുന്നത്? സാധാരണപ്പെട്ടവനൊന്നും എത്തിപ്പറ്റാൻ പറ്റാത്ത മേഖലയായിട്ടത് മാറുകയാണ്. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 5 കോടി രൂപ മിനിമം എന്ന് പറയുന്നു. 7 കോടിയും 8 കോടിയും 10 കോടിയും വരെ മുടക്കണമെന്നൊക്കെ പറയും. ഞാൻ കുറച്ചു നാള് ജർമ്മനിയിലൊക്കെ ജോലി ചെയ്യാനായിട്ട് പോയിട്ടുണ്ട്. അവിടെ ആ കാലഘട്ടത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നത് ഞാൻ ഓർക്കുന്നു. എല്ലാം ഇന്റർനെറ്റിലൂടെയാണ് അവരുടെ പ്രചരണമെല്ലാം. ഒരു ബഹളവും ഇല്ല, ഒന്നുമില്ല, മനുഷ്യനെ മെനക്കെടുത്തുന്ന ഒരു പരിപാടിയില്ല. വല്ലപ്പോഴും ഒരു തൂണയിൽ ഇങ്ങനെ ആരുടെ ഇങ്ങനെ ഫോട്ടോ മാത്രം വെച്ചിരിക്കുന്നതാണ്, ഒരു കുഞ്ഞ് പോസ്റ്റർ കാണും. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിൽ എത്തിച്ചു തരികയാണ് അവര്, നമ്മളോടുള്ള റിക്വസ്റ്റുകൾ. വളരെ ശാന്തമായ പ്രചരണമൊക്കെയാണ്. അങ്ങനെ ഇവിടുത്തെ പോലെ രാഷ്ട്രീയ കൊലപാതകങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിയും അടിച്ചും കൊല്ലുന്ന പരിപാടി ഒന്നുമില്ല. അവിടെ വളരെ ശാന്തമായിട്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കാറുണ്ട്. അവിടെ സാധാരണപ്പെട്ടവർക്കും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ, കാരണം ഇത്രയും പണമൊന്നും മുടക്കേണ്ട കാര്യമില്ല. നമ്മളിപ്പോ വന്ന് വലിയ അഴിമതി ചെയ്താൽ മാത്രമേ ഈ മേഖലയിലൊക്കെ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ എന്ന സാമൂഹിക ഘടനയിലേക്ക് വരികയാണ്. അതിനെയൊക്കെ ചോദ്യം ചെയ്യാനായിട്ട് കെൽപ്പുള്ളവരായിട്ട് നിങ്ങൾ വളർന്നു വരണം. നമ്മുടെ മാധ്യമങ്ങളിലൂടെ നമുക്കിതൊക്കെ ചോദിക്കാൻ സാധിക്കും. എന്തുകൊണ്ട് ഇങ്ങനൊരു സാമൂഹിക സംവിധാനം, ഒരു പാവപ്പെട്ട രാജ്യമായ ഇന്ത്യയിൽ ഇത്രയും കോടിക്കണക്കിന് രൂപ മുടക്കി തെരഞ്ഞെടുപ്പ് നടത്താൻ ആരെ കൊണ്ടാണ് സാധിക്കുന്നത്? അപ്പൊ നിങ്ങൾ ഓർക്കണം, ഒരാളെ ജയിക്കത്തുള്ളൂ. ഈ 5 കോടി മുടക്കുന്ന ഒരാളെ ജയിക്കത്തുള്ളൂ. 5 കോടി മുടക്കുന്ന അപ്പുറത്തെ ആൾ തോറ്റു പോവുകയാണ്. പിന്നെയും 2 കോടിയും 3 കോടിയും മുടക്കുന്നവർ തോറ്റു പോവുകയാണ്. അപ്പൊ എത്ര കോടി രൂപയാണ് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലും ചെലവഴിക്കുന്നത്? എത്രയോ 1000 കോടി, ഒരു പക്ഷേ ഒരു രാജ്യത്തിന്റെ ഒരു വർഷത്തെ ബജറ്റിനേക്കാളും വലിയ തുകയാണ് ഒരു വർഷം പൊതു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ചെലവഴിക്കുന്നത്. അത്രയും പണം നമ്മുടെ സാമൂഹിക സുരക്ഷാ പദ്ധതികളിൽ ചെലവഴിച്ചാൽ എന്തെങ്കിലും വ്യത്യാസമായിരിക്കും ഈ രാജ്യത്തിനുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സാമൂഹികമായ സാഹചര്യങ്ങൾ വിലയിരുത്താനും അത് ചോദ്യം ചെയ്യാനും അതിന് വളരെ ക്രിയാത്മകമായിട്ട് അതിനോട് പ്രതികരിക്കാനും ഒക്കെ സാധിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെയുള്ള നല്ല യുവത്വം നിങ്ങളുടെ ഇടയിൽ വളർന്നു വരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ ആശംസിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളായ നിങ്ങളെ ഇത്രയും പേരെ ഈ സാമൂഹിക വിഷയങ്ങൾ മുൻനിർത്തി നിങ്ങൾ ഇങ്ങനെ ഒരു ഉപവാസ സമരത്തിനൊക്കെ ഇരിക്കാൻ തയ്യാറായി എന്നുള്ളത്, അത് എന്നെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങൾ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമാണ്. ഇത് നിങ്ങളൊരു പിക്നിക് പരിപാടി പോലെ കാണരുത്. രസമുള്ള പരിപാടി, ഓടാവുക, നമുക്ക് അവിടെ പോയി ഇരിക്കാം എന്ന് പറഞ്ഞ ഉള്ള രീതിയിൽ മാത്രം പോകരുത്. ഇത് എന്താണെന്ന് മനസ്സിലാക്കി, ഇതിന്റെ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കി തന്നെ ഈ ലക്ഷ്യങ്ങൾ നേടാനായിട്ട് നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ എല്ലാവരും തയ്യാറാകണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ